ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് മുമ്പ് കണ്ട ബുദ്ധ കേവിന് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാണ് അടുത്ത കേവ്സ്. അപ്പോൾ അതിന് ലൊക്കേഷൻ ഇവിടെ കാണുന്നത്. നോക്കൂ എന്ത് മനോഹരമായിട്ട് പണിതിരിക്കുന്നതെന്ന്. ഇതെല്ലാം ഒറ്റ റോക്കിലാണ് പണിതിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങോട്ട് കയറുവാണ് ഞങ്ങൾ. അമ്മച്ചി, ഇവിടെ അമ്മച്ചി ഇരിപ്പുണ്ട്. ഇവിടുത്തെ മൂക്കും കാര്യങ്ങൾ ചെയ്യുന്ന അമ്മച്ചിയാണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥയാണ്. ചെരുപ്പ് പറഞ്ഞ ഇവിടെ അകത്തേക്ക് കാരണം എങ്കിലേ കയറ്റിപ്പെടുത്തുള്ളൂ അകത്തേക്ക്. അങ്ങനെ അകത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നത്. ഒരു കുഞ്ഞിത അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ശ്രീബുദ്ധൻ്റെ പ്രതിമയാണ് അകത്തേക്ക് കാണുന്നത്. അകത്തേക്ക് പ്രദേശം നോക്കാം. മൊത്തം ഇരുട്ടാണ്. ഒരു കുഴിയൊക്കെ ഉണ്ട്. ഇതാണ് ശ്രീബുദ്ധൻ്റെ അകത്തെ പ്രതിമ. ഇത് സിംഗിൾ റോക്കിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ മുറികളും എല്ലാ പില്ലേഴ്സും ഒറ്റ സിംഗിൾ റോക്കിലാണ് കൊത്തിയെടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു റോക്സ് പോലും പരസ്പരം യോജിപ്പിച്ചിട്ടില്ല. ഒന്നും മേർജ് ചെയ്യാതെ കണ്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും അന്നത്തെ ശില്പികൾ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഏതാണ്ട് 800-900 വർഷങ്ങൾ പഴക്കം ഉണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. നമ്മൾ മുമ്പേ കണ്ടത് ബുദ്ധ കേവ്സിൻ്റെ വേറൊരു ഭാഗമാണ്. ഇതിപ്പം ഇതിൻ്റെ സെക്കൻഡ് ഭാഗം അത് വേറെ സ്ഥലത്താണുള്ളത്. അവിടെ നിന്ന് 5 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഒരുപാട് ശില്പങ്ങളുണ്ട്. ഈ അകത്തിരുട്ട കാരണം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അകത്തൊക്കെ നടന്നു നോക്കാം. ഇരുട്ടാണ്, ഒന്നും കാണത്തില്ല. ഇവിടെ ഒരു മുറിയുണ്ട്. നമുക്ക് നടന്നു നോക്കാം. വളരെ ഇരുട്ടാണ്. തന്നെയൊക്കെ ഉള്ള പേടിച്ചു പോകും. നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. കണ്ട ബുദ്ധൻ്റെ പ്രതിമയാണ് അകത്ത് കാണുന്നത്. അകത്തേക്ക് മൊത്തം 4 ഇരുട്ടാണ്. ഇതിൽ നമ്മൾ പറയുന്ന ഒച്ച വെളിയിലേക്ക് പോകത്തില്ല. ഇതിനകത്ത് തന്നെ മുഴങ്ങി നിൽക്കുകയാണ്. ഞാൻ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇരുട്ടാണ്. വെളിയിൽ നടക്കാതെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. തപ്പി വേണം ഇറങ്ങി വരാനായിട്ട് വെളിയിലോട്ട്.
അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് ഔറംഗാബാദിന് വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ മറന്ന് പോകരുത്.